ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് ചായയുടെ കൂടെ വൈകിട്ട് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതൊരു വെറൈറ്റി രുചിയിലാണ് നമ്മളിപ്പം തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അവിലാണ്. അവിൽ നമ്മൾ വെള്ള അവിലല്ല വേണ്ടത്, കുത്തരിയുടെ അവലുണ്ടല്ലോ, റെഡ് കളർ ഇരിക്കുന്ന ആ അവിലാണ് വേണ്ടത്. ഞാനങ്ങനെ അവിലെടുത്തിട്ടുണ്ട്. അവലിതാ ആവശ്യാനുസരണം നമുക്ക് അവിലെടുക്കാവേ. ഞാൻ ദാ ഇത്രയും അവിലേ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് എടുത്തേക്കുന്നത് ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഇതാ ഒരു 4 ബീൻസ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള വേണം, ഒരു ചെറിയ മീഡിയം വലിപ്പമുള്ള സവാളയും. ആ സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റ്, കറിവേപ്പില. പിന്നെ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പച്ചമുളകും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് വെള്ളമാണ് വേണ്ടത്. അതാ ഞാൻ ഈ അവിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ അവലൊന്ന് സോഫ്റ്റായി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തേ നമ്മളത് കുഴച്ചെടുക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞു പോകരുത്. അവൽ നല്ല ഒറ്റയായിട്ട് കിടക്കുകയും വേണം, എന്നാൽ നല്ല സോഫ്റ്റ് ആകുകയും വേണം അവൽ. അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. രാവിലെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും. വളരെ ലഘുവായിട്ടുള്ളൊരു ഭക്ഷണമാണ് ഈ അവൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് കുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഈ അവൽ ഉപ്പുമാവ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവലിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ ദിവസവും മുഴുവനും നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടാൻ സഹായിക്കുന്നതാണ്. അവലിൽ ഇരുമ്പിൻ്റെ അളവ് കൂടുതലാണ്, അതിന് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അന്നേരം ഈ വിളർച്ച തടയുന്നതിനും ശരീരത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനൊക്കെ ഇത് നല്ലതാണ് നമ്മൾ അവൽ കഴിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ വിഭവങ്ങൾ അലർജി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കാന്തോനാണ് ഈ അവൽ. അങ്ങനെ അവൽ കുഴിച്ചത് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരു സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഇതിൽ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉള്ളിയും ഇഞ്ചിയും കൂടാണ് ഒന്ന് പൊടിച്ചെടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാവേ. ഞാനിപ്പം ബീൻസും ക്യാരറ്റുമാണ് വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതുപോലെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ അവൽ ഉപ്പുമാവിൻ്റെ അകത്ത് കഴിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ കോൺ ഉണ്ടെങ്കിൽ കോൺ ചേർത്ത് കൊടുക്കാം, ബ്രക്കോളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതിൽ ഞാനിപ്പം നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുക, ഞാനിതിൽ കടുക് പൊട്ടിച്ചിട്ടില്ല. കടുക് പൊട്ടിക്കാതെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അത് ഓയിലൊന്നും ഒത്തിരി വേണ്ട, ഒരു സ്പൂൺ അളവിൽ ഓയിൽ മതിയേ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ അവലുപ്പുമാവിന് വേണ്ട ആ ഒരു അളവിന് ഉപ്പ് വേണം നമ്മളതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അവൽ മസാല എന്നാണ് പറയുന്നത്. ഇത് നമ്മൾക്ക് ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. കുറഞ്ഞ കലോറിയും എന്നാൽ പെട്ടെന്ന് വയറ് നിറയുന്നതായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. നല്ലൊരു മികച്ചൊരു ഡയറ്റ് ഫുഡാണ് ഇത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു വെള്ളം പകുതി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ കുറച്ച് വറ്റാറായി വരുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ നമ്മളിതിൻ്റെ വറ്റിച്ചെടുക്കണവേ.
നമ്മളിതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് തന്നെ ക്യാരറ്റും ബീൻസും ആണ്. ഈ ക്യാരറ്റിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ബീൻസ് വിറ്റാമിൻ സിയും കെയും ഉണ്ട്, അത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അന്നേരം ഇത്രയും നമ്മളിതെല്ലാം ചേർത്ത് നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എത്ര ഹെൽത്തി ആണെന്ന് നോക്കണം. ഈ പച്ചക്കറിയൊക്കെ നേരിട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇത്. കുട്ടികൾക്കൊന്നും അവിലൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഒരു പണ്ടുള്ളവരൊക്കെയാണ് ഈ അവൽ കഴിക്കുന്നത്. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അവൽ ഇഷ്ടമാവത്തില്ല. അന്നേരം ഈ രീതിയിലൊക്കെ നമ്മൾ അവൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ ലഭിക്കാനൊക്കെ നല്ലതാണ്. ദാ നമ്മൾ ഒന്ന് അവലൊന്ന് നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചില്ലേ, അത് നല്ല ഒറ്റയായിട്ട് കിടപ്പുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ കുറച്ച് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നമ്മൾ നനച്ച് വെച്ച ആ അവൽ ഇതുപോലെ ചേർത്ത് കൊടുക്കണവേ. അവൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം അതിൽ ഉപ്പും ഈ അവൽ പിടിക്കുകയും ചെയ്യുവേ. അങ്ങനെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് സ്നാക്സായിട്ടും കഴിക്കാം, വൈകിട്ട് ഒക്കെ കഴിക്കാൻ പറ്റുന്നതും ഡിന്നറിന് കഴിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളെ അപേക്ഷിച്ച് ഈ അവലിന് കലോറി വളരെ കുറവാണ്. ഒരു ബൗൾ അവൽ കഴിച്ചാൽ തന്നെ വയറ് നിറയുന്നതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ അവലിൽ സ്വാഭാവികമായും കൊളസ്ട്രോൾ ഇല്ല. ഈ പച്ചക്കറികൾ ചേർത്ത് കുറഞ്ഞ എണ്ണയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഹൃദയത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ അവൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അവൽ വെറും ഒരു പലഹാരമല്ല ഇത്. ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഡയറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഇത്. അതുപോലെ തന്നെ അവൽ കഴിക്കാത്ത കുട്ടികൾക്കും പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കും. അവർക്ക് വേണ്ട ആവശ്യമായ പോഷകങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്യുവേ. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും മികച്ചൊരു ചോയ്സാണ് ഈ അവൽ. കാരണം ഇതിൽ കലോറി വളരെ കുറവാണ്. അതേസമയം നമുക്ക് വേണ്ട എനർജി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പച്ചക്കറിയും കൂടി ചേരുന്നത് കൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് ആവശ്യമായ ഫൈബർ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ അവലിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് സാവധാനത്തിലാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഇത് ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കാനും നമുക്ക് സഹായിക്കുന്നു. അങ്ങനെ ഇത് എന്തുകൊണ്ടും വെയിറ്റ് ലോസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.